ഒന്ന് നിക്ക ലാസ്റ്റ് സപ്പറല്ലേ ഒന്നും കൂടി കണ്ടോട്ടെ ഇനി മുട്ടിക്കോളൂ. ആക്ച്വലി ഇവിടെ ഓൾമോസ്റ്റ് 40 എപ്പിസോഡ്സിൽ കൂടുതൽ നമ്മൾ ചെയ്തു കഴിഞ്ഞു. എപ്പോഴും എനിക്ക് എപ്പിസോഡിന് മുമ്പ് ടെൻഷനാണ്. ഇവരൊക്കെ എന്നെ കളിയാക്കും. ഇതെന്തൊരു പിരിപിരിപ്പ്. ഞാൻ പറയാം എനിക്കറിയില്ല. I feel both of you are amazing actors and he's an amazing director. എന്നാ അറിവ് എന്നാ അഴക്. In all his movies. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. പ്രേമം പറഞ്ഞു ആ രണ്ടെണ്ണം പറഞ്ഞു. എന്തിനാണ് ഇല്ല കുഴപ്പമില്ല കേക്കട്ടെ. പാച്ചേട്ടാ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. മന്ദാകിനി അൽത്താഫിന്റെ കൂടെ ആരായിരുന്നു? ഫഹദില്ലായിരുന്നു. അതന്നെ കൂടുതലായിരുന്നു. ഞാൻ ആക്ച്വലി അൽത്താഫിനെ മാത്രമേ കണ്ടുള്ളൂ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ഇത് അവരായിട്ട് ഭയങ്കര മെന്റലി രണ്ടൊരു ബോണ്ടിങ് കൊണ്ടുവരാം. ആസ് എൻ ആക്ടർ ഒരു റാപ്പോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വർക്കാവുള്ളൂ. കണ്ട് പഠിക്കപ്പ ഒരു വക മനസ്സിലായിട്ടില്ല. ഓ റൈറ്റ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. I like directing people. So ആരും കൈയടിച്ചില്ല. ഇനി ഇതാണ് എല്ലാരും ചിരിച്ച ജോക്ക്. ഇത് എവിടെ പറയുമ്പോ ഭയങ്കര ഹിറ്റ് ആയിരുന്നു അല്ലേ? എന്തോ പോകരുതോ. അതായത് ഇപ്പൊ ഒരു കോഴി ദേഷ്യത്തിലിരിക്കുകയാണ്, ഓൾറെഡി ഇറിറ്റേറ്റ് ആയി. അപ്പൊ വേറെ കുറെ കോഴികൾ ഇവനെ വന്ന് കൂടുതൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. അതൊരു ഭയങ്കര വെടിയാണ്. നീ കൊറേ നേരമായി എനിക്കിട്ട് പൊളക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഈ കോഴി എന്തായിരിക്കും ആ കോഴികളോട് പറഞ്ഞത്? ഇതുകൂടെ പറഞ്ഞു. ഓ ഈ ധർമ്മേന്ദ്രയുടെ ചില സമയത്ത് തമാശ കേട്ട ചിരിച്ചിരിച്ച് കഷത്തിൽ നീര് വീഴും. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നതായിരിക്കും. പ്ലീസ് കം. ഞാനിവിടെ എപ്പോഴും ഉണ്ടാവില്ല. അല്ല അതുകൊണ്ടാ വരുന്ന പറഞ്ഞത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ.